വേടൻ ഇപ്പോൾ എത്ര വയസ്സുണ്ട്? നമുക്ക് 31 വയസ്സായി. ഞാൻ പറയുന്നത് ആ വരികളിലൊക്കെ ഭയങ്കര വേദനയുണ്ട്. എന്നാൽ ആ വേദന വേടൻ്റെ ഫയർ വരുന്നത് ആ വേദന എന്നാണ്. ആ 31 വയസ്സിലൊക്കെ അത്രയും വേദനിക്കേണ്ട ഉണ്ടായിട്ടുണ്ടോ? ഞാൻ എൻ്റെ ലൈഫ് എനിക്കല്ലേ അറിയുള്ളൂ. അതെ. അപ്പോൾ നമുക്കത് കൂടുതൽ പറയാൻ പറ്റുമായിരിക്കും ഭാവിയിൽ. എൻ്റെ ഒരു ദിവസത്തെ കുറിച്ചൊക്കെ എനിക്ക് ഭയങ്കര ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാലം വരുന്ന ഞാൻ വിചാരിക്കണേ. വേടൻ എനിക്കൊന്ന് വേടൻ ഈ വേദികളിൽ പാടുന്നത് ഏറ്റവും ചാർജറായി പാടുന്നത് സോഷ്യൽ ക്രിമിനൽ തന്നെ ആണ്. അങ്ങനെയല്ല സോഷ്യൽ ക്രിമിനൽ, പക്ഷേ എൻ്റെ ലൈഫാണ് അത്. കോൺക്രീറ്റ് വനത്തിനോരത്തിൽ നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തിൽ എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി, അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി, അവളിനുദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും തീ. വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ തെരുവിൽ തനിയെ നിർത്തി, തെരുവിൽ പശിയിൽ മരിച്ച ഇളമനസ്സുകൾ വിളനിലങ്ങളായി മാറുമല്ലോ, കാലം പല കടന്നവർ വാഴുമല്ലോ, പല തലമുറകളിൻ കാതിൽ കവിതകളോതി വിധികളെ മാറ്റുമല്ലോ. പിന്നെ ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞ് മുഖം മുറിഞ്ഞ് വില്ലുവണ്ടി പായുമ്പോൾ എന്റെ തലപ്പാവ് എന്ന് പറഞ്ഞാൽ അത് പാടുമ്പോഴത്തേക്ക് വേടൻ എത്ര വേദികളിൽ പാടുമ്പോഴും ആ വരി വരുമ്പോഴത്തേക്ക് വേടൻ ഒരു ഉയർപ്പുണ്ട്. അത് സ്വാഭാവികമായിട്ട് വരുന്ന സാധനമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അത് മേ ബി അയ്യങ്കാളി തന്നെ വരുന്നതായിരിക്കും. അതല്ല, വേടൻ ചോദിക്കുന്നുണ്ട് ആരാണ് വില്ലുവണ്ടി കയറി ചോദിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ആ പേര് പറയുമോ എന്ന് സംശയിക്കുന്ന ഒരു വലിയ സദസ്സ് അയ്യങ്കാളി എന്ന് വിളിച്ച് പറയുന്നുണ്ട്. അതൊരു സംഭവം. അത് കൂടുതലും എനിക്ക് തെക്ക് ഭാഗത്തേക്കാണ് അത് കൂടുതലും കുട്ടികൾക്ക് അറിയാവുന്നത്. വരുന്ന അയ്യങ്കാളിനൊക്കെ നമുക്ക് ഇച്ചിരി കൂടി മലബാർ സൈഡിലൊക്കെ ഞാനൊരു ദിവസം കോഴിക്കോട്, വയനാട്, കൽപ്പറ്റയിൽ ഒരു ഷോ നടത്തി. നമുക്ക് അവിടുത്തെ കുട്ടികൾക്ക് അറിയില്ല, കുറെ ആൾക്കാർക്ക് അറിയില്ല. അതെന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം ആ ഒരു ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്നാലും അത് എനിക്ക് സത്യം അത്ഭുതമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ പുതിയ കുട്ടികൾക്ക് ആ കാലമൊക്കെ എനിക്ക് അറിയുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പുതിയ അറിവാണ്. എന്നാൽ വേടൻ്റെ പാട്ട് കേൾക്കാൻ വരുന്ന ന്യൂജനായിട്ടുള്ള ജെൻസി എന്നൊക്കെ പറയുന്ന കുട്ടികളൊക്കെ വേടൻ വില്ലുവണ്ടിയിൽ ഒരു തലപ്പാവ് വെച്ച് ആരാൻ ചോദിക്കുമ്പോഴത്തേക്ക് ഒറ്റ ശബ്ദത്തിൽ അയ്യങ്കാളി എന്ന് പറയുന്നുണ്ട്. അതൊരു ലൈക്ക് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാനതൊരു വിജയമായിട്ടാണ് കാണുന്നത്. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ആ രാഷ്ട്രീയം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രാഷ്ട്രീയം എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വേടൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ആ മനസ്സിലാക്കലിന് ഒരു കരിവായിട്ട് നിൽക്കുക. അത്രയും വലിയ പുസ്തകത്തിന് ഒരു ഏടായി മാറാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരു ഏട് പോലല്ല, ഒരു വരിയെങ്കിലും ആവാനാണ് ശ്രമം. അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ രാഷ്ട്രീയം പറച്ചിലും പാട്ടുകളൊക്കെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേടൻ ഒരു സോഷ്യൽ മാറ്റം തന്നെ മനസ്സിൽ ലക്ഷ്യം വിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ വേടൻ വിചാരിച്ച പെട്ടെന്ന് മാറുന്നൊന്നുമില്ല. പക്ഷേ അതിലൊരു ഒരു ഏടാകാൻ വേടൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ഏടല്ലെങ്കിൽ കൂടി ഒരു വരിയാകാനെങ്കിലും ഞാൻ അനുഭവിച്ച എൻ്റെ മകൻ ഒരിക്കലും അനുഭവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എൻ്റെ നാളെ എൻ്റെ അനിയന്മാർ ഒരിക്കലും അനുഭവിക്കാൻ പാടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ വർക്കിംഗ് മോഡസ് ഓപ്പറാണ്ടിയെ അങ്ങനെ തന്നെയാണ്. എനിക്കൊരു റെക്കോർഡ് ലേബിളുണ്ട്, കറുപ്പ് റെക്കോർഡ്സ്. പിന്നെ ആൾട്ട് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു മാനേജ്മെൻറ്റ് ടീമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കോറായിട്ടുള്ള പരിപാടിയെ പുതിയ ആർട്ടിസ്റ്റുകൾ കൊണ്ടുവരണം, കൾച്ചർ വലുതാക്കണം എന്നുള്ളതാണ്. കാരണം ഞാൻ ഒരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റായിട്ട് വരുമ്പോൾ എനിക്ക് പേര് പോലും അറിയാത്ത ഒരാളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് അപ്പോൾ ട്രാക്ക് റിലീസ് ചെയ്യാനൊക്കെ. അതേമാതിരി കുട്ടികളെ പുതിയ വരുന്ന ആർട്ടിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഗബ്രിയാണ് നമ്മുടെ ആദ്യത്തെ ആർട്ടിസ്റ്റ്. ഗബ്രി ഭയങ്കര സെൻസേഷണലാണ്. ഇപ്പോൾ